Hi all, welcome to One's Coaching. Today we are going to discuss the subject Engineering Ethics and Sustainable Development. അപ്പോൾ Engineering Ethics and Sustainable Development എന്ന സബ്ജക്റ്റിലെ പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസത്തിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് റെസ്പോൺസിബിലിറ്റി. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി, സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് റെസ്പോൺസിബിലിറ്റി? എന്താണ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് നമ്മളെ ആരെങ്കിലും അസൈൻ ചെയ്യുകയോ നമ്മൾ ആർക്കെങ്കിലും ഒരു വർക്ക് ഏൽപ്പിക്കുകയോ ചെയ്താൽ അവരത് ആ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അയാളോട് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ആവുകയും അതുവഴി നമുക്ക് ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. സോ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ എടുക്കുന്ന എഫേർട്ട് അത് എത്രമാത്രം റെസ്പോൺസിബിൾ ആയിട്ട് അത് ചെയ്യുന്നു, എത്രമാത്രം അക്യുറേറ്റ് ആയിട്ട് അത് ചെയ്യുന്നു, എത്രമാത്രം കോൺഫിഡൻഷ്യൽ ആയിട്ട് അത് ചെയ്യുന്നു എന്നുള്ള ഫാക്ടേഴ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ റെസ്പോൺസിബിൾ ടു ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ, റെസ്പോൺസിബിൾ ഫോർ എവറി ഓർഗനൈസേഷൻ. നമ്മൾ എല്ലാ ഓർഗനൈസേഷനും എവിടെ വർക്ക് ചെയ്താലും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ദിസ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നതാണ്. ഓക്കെ, so responsibility, there are different senses of responsibility such as characteristic quality. അപ്പൊ നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി പറയാം. ഫസ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക് ക്വാളിറ്റി ആണ്. അതായത് ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റിയെ നോക്കിക്കാണാം. ഓക്കെ, സോ റെസ്പോൺസിബിലിറ്റി ഇംപ്ലൈസ് ഡ്യൂട്ടി വിത്ത് കെയർ ആൻഡ് എഫേർട്ട്. അതായത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി വിത്ത് കെയർ ആൻഡ് എഫേർട്ട്, നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കെയറും നമ്മുടെ എഫേർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അടുത്തത് നെക്സ്റ്റ് വൺ എന്താണ്? Obligation. One's moral responsibility, that is duty to act and in moral ways. Obligations such as honesty, fairness and decency are incumbent on everyone. നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മോറൽ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് ഹോണസ്റ്റി, സത്യസന്ധത പുലർത്താൻ പറ്റും, ഫെയർനെസ്, അതുപോലെ ഡീസെന്റ്, അതായത് ഡീസൻസി, ഇതെല്ലാം ആഡ് ഓൺ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇഫ് എനിവൺ ഈസ് റെസ്പോൺസിബിൾ, ദേ ഹാവ് ടു കീപ് ഇൻ ഹോണസ്റ്റ്, ഫെയർനെസ് ആൻഡ് ഡീസൻസി. ഇനി നെക്സ്റ്റ് വൺ, ജനറൽ മോറൽ കപ്പാസിറ്റി ഇൻക്ലൂഡിങ് ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്ഷൻ ഓൺ മോറൽ റീസൺസ്. അതായത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു, ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മാനേജ് ചെയ്യുക, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ കോൺഫ്ലിക്റ്റ് നോക്കിക്കാണുന്നത്? നമുക്ക് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് അതിനെ നോക്കിക്കാണാം. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വന്നാൽ നമ്മളത് അവോയ്ഡ് ചെയ്ത് കളയാം. ചില കോൺഫ്ലിക്റ്റുകൾ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാം, നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാം. ചിലത് എന്ത് ചെയ്യാം? കോംപ്രമൈസ് ചെയ്യാം. അത് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. അപ്പം എത്തിക്കലി നമ്മൾ റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോബ്ലംസിനെ നോക്കി കാണുന്നത്, എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ഈ ടീം വർക്കിൽ നമ്മൾ ബെറ്റർ ആയിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. സോ ഏതൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക് ക്വാളിറ്റി, ഒബ്ലിഗേഷൻ, ജനറൽ മോറൽ കപ്പാസിറ്റി. ഇനി അടുത്തത് ലയബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ലയബിലിറ്റി മീൻസ് വൺ ഈസ് ലയബിൾ ടു മീറ്റ് ദ ഒബ്ലിഗേഷൻ ഇൻ ബെറ്റർ വേസ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് വരുമ്പോൾ നമ്മൾ ലീഗൽ അല്ലെങ്കിൽ നല്ല എത്തിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്നത്, അല്ലെ? അതാണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി? അക്കൗണ്ടബിലിറ്റി മീൻസ് ദാറ്റ് വൺ ഈസ് വില്ലിംഗ് ടു ജസ്റ്റിഫൈ ഓർ ഡിഫെൻഡ് ദ ഡിസിഷൻ. അതായത് നമ്മുടെ ആ ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഡിസിഷനെ ഒപ്പോസ് ചെയ്യുക, ആ ഒരു ഡിസിഷനെ ഒപ്പോസ് ചെയ്യുകയോ, ആക്ഷൻ ഓർ മീൻസ് ആൻഡ് ഔട്ട്കംസ്. ഇറ്റ് കുഡ് ബി ഓഫറിംഗ് എ റീസണബിൾ എക്സ്ക്യൂസ് ഓർ അക്സെപ്റ്റിംഗ് ദ ഷെയിം ഫോർ നോട്ട് ഹാവിംഗ് മെറ്റ് ദ എൻഡ് റിസൾട്ട് ഓർ അക്സെപ്റ്റിംഗ് ദ ഗിൽറ്റ് ഫോർ ഹാർമിംഗ് അതേഴ്സ്. അതായത് നമ്മൾ മറ്റുള്ളവരെ
ഉപദ്രവിക്കൂ എന്നുള്ള ഗിൽറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പശ്ചാത്താപം ഉണ്ടാവാൻ പാടില്ല. അത് എങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവാൻ പാടില്ലാതിരിക്കുള്ളൂ? എങ്ങനെ ചെയ്യണം? നമ്മൾ ആ മോറൽ വാല്യൂസില്, നമ്മൾ ആ മോറൽ രീതിയിൽ, എത്തിക്കൽ രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കുറ്റബോധം ഉണ്ടാവില്ല. സോ വി ഷുഡ് ഓൾവേസ് ബി മോറൽ ആൻഡ് എത്തിക്കൽ. നമ്മൾ എപ്പോഴും ആ ഒരു മോറൽ കൺസേൺസ് അല്ലെങ്കിൽ ആ എത്തിക്കൽ വാല്യൂസ് എപ്പോഴും ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും നമ്മൾ മോറൽ രീതിയിൽ അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള കാര്യം ചെയ്തു, അത് പക്ഷേ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ നമുക്കെതിരെ വന്നാൽ നമുക്ക് അതിന് ഷെയിം വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഷെയിം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ എന്താണോ കറക്റ്റ്, എന്താണോ ഹോണസ്റ്റ്, എന്താണോ ഫെയർനെസ്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുക. അടുത്തതാണ് പ്രൈസ് വർത്തിനെസ് ഓർ ബ്ലെയിം വർത്തിനെസ്. When an accountability for wrong action or result is at an issue, responsibility means blameworthy. When the right conduct or successful result is at issue, responsibility is synonymous with praiseworthy. അതായത് പ്രൈസ്വർത്തി ഉണ്ട്, ബ്ലെയിം വർത്തി ഉണ്ട്. എന്താണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു റോങ് രീതിയിലോട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ അത് നമുക്ക് ബ്ലെയിം വർത്തിയിലേക്കാണ് വരുന്നത്. നമ്മൾ നല്ലത് വിചാരിച്ച് ചെയ്തു, പക്ഷെ അതൊരു പ്രശ്നമായിട്ട് മാറിയാൽ പോലും അത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ ബ്ലെയിം ചെയ്യാനും നമ്മൾ അതിന് ബ്ലെയിം അനുഭവിക്കാനുമുള്ള ഒരു ഇത് വരും. അതാണ് ബ്ലെയിം വർത്തി. സോ വാട്ട് ഈസ് പ്രൈസ് വർത്തി? വെൻ ദ റൈറ്റ് കണ്ടക്ട് ഓർ സക്സസ്ഫുൾ റിസൾട്ട്, നമുക്ക് അതിന് സക്സസ്ഫുൾ റിസൾട്ട് ആണ് ആ ഇഷ്യൂവിൽ ഉണ്ടാവുന്നതെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്താണ്? അതിനെ പ്രൈസ് വർത്തി എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രൈസ് വർത്തി ആൻഡ് ബ്ലെയിം വർത്തിനെസ്? ഇപ്പൊ നമ്മൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കണ്ടക്റ്റിലാണ് ചെയ്യുന്നത്, അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോയിട്ടും നമുക്ക് ആ ഒരു ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടാണ് മാറിയതെങ്കിൽ അത് ബ്ലെയിം വർത്തിനെസ്സും. ഇപ്പൊ നമ്മൾ കറക്റ്റ് കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഒബേ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ ഇഷ്യൂ സോൾവ് ആയി, നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയെങ്കിൽ അത് പ്രൈസ് വർത്തിനെസ് എന്നാണ് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഏതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി? മോറൽ റെസ്പോൺസിബിലിറ്റി, കാഷ്വൽ റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ്? മോറൽ റെസ്പോൺസിബിലിറ്റി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മോറൽ റെസ്പോൺസിബിലിറ്റി, കാഷ്വൽ റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി? അപ്പൊ ഏതൊക്കെയാണ്? മോറൽ റെസ്പോൺസിബിലിറ്റി, കാഷ്വൽ റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. സോ റെസ്പോൺസിബിൾ പ്രൊഫഷണലിസം എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റെസ്പോൺസിബിൾ പ്രൊഫഷണലിസം, the most comprehensive virtue of engineers and also be called as professional responsibility. എന്താണ്? നമ്മുടെ കോംപ്രഹെൻസീവ് വെർച്യൂ ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഓൾസോ ബി കോൾഡ്, അതായത് നമ്മളുടെ എന്താണോ നമ്മൾ ഒരു എഞ്ചിനീയർ ചെയ്യേണ്ടത് അതിനെയാണ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എഞ്ചിനീയേഴ്സിന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ കോഡ് ഓഫ് കണ്ടക്ട് അത് മോറൽ ആൻഡ് എത്തിക്കൽ രീതിയിലാണ് നമ്മൾ ഒബേ ചെയ്ത് പോരുന്നതെങ്കിൽ അതിനെ നമ്മൾ റെസ്പോൺസിബിൾ പ്രൊഫഷണലിസം എന്നാണ് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിൾ പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി എന്നും പറയും. ഇനി പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി എന്താന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 വെർച്യൂസ്. ഫസ്റ്റ് വൺ എന്താണ്? സെൽഫ് ഡയറക്ഷൻ ഓർ സെൽഫ് ഗവേണൻസ് വിർച്യൂസ് ആർ ഫണ്ടമെന്റൽ ആൻഡ് നെസസറി ഇൻ എക്സസൈസിങ് മോറൽ റെസ്പോൺസിബിലിറ്റി. അതായത് സെൽഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ സെൽഫ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് മോറൽ രീതിയിലേക്ക് പോകണോ ഇമ്മോറൽ ആയിട്ടുള്ള രീതിയിലേക്ക് പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്തിക്കൽ ആയിട്ടുള്ള പാത്ത് ആയിരിക്കണം എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇത് ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് എവിടെ നിന്നാണ്? അവർ സെൽഫ്, നമ്മളിൽ നിന്നാണ് ഇതിന്റെ ബിഗിനിങ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തത് പബ്ലിക്. Spirited virtues focus on the good of the client and public, which include the respect for rights, non-malfeasance and harming others intentionally. അതായത് നമ്മൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ളവരുടെ ക്ലയൻസിനും പബ്ലിക്കിനും ഒരേപോലെ പ്രയോറിറ്റി കൊടുക്കുക, അവരുടെ ഇഷ്ടങ്ങൾ നോക്കുക, അവരുടെ റൈറ്റ്സ് എന്താന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്ത് പറ്റും? നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഏത് ക്ലയൻസ് ആണോ നമ്മുടെ മുന്നിൽ വരുന്നത് ആ ക്ലയൻസിനോട് കുറച്ചും കൂടെ എന്ത് ചെയ്യാം? കുറച്ചും കൂടെ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് 3, ടീമില്
വരുമ്പോൾ വർക്ക് വിർച്യൂസ് എനേബിൾ ദ പ്രൊഫഷണൽ ടു വർക്ക് സക്സസ്ഫുള്ളി വിത്ത് അതേഴ്സ് വിച്ച് ഇൻക്ലൂഡ് കോളിയേറ്റീവ്, കോപ്പറേറ്റീവ്നെസ്, കമ്മ്യൂണിറ്റീവ് എബിലിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ലെജിറ്റിമേറ്റ് അതോറിറ്റി. അതായത് നമ്മളൊരു ടീം വർക്കാണ്. ആ ടീം വർക്ക് സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടീമിലുള്ള എല്ലാ ആൾക്കാരും നല്ലതാവണം. അല്ലാതെ ഒരാൾ അതിനകത്ത് മോശമായാൽ അത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അഫക്റ്റിംഗ് ദ ടീം. ആ ടീമിനെ അത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ ടീമിൽ വർക്ക് ചെയ്യുമ്പം ആ ടീമിലുള്ള എല്ലാവരുമായിട്ടും ഒരേപോലെ എന്ത് ചെയ്യുക? ഒരേപോലെ നല്ല രീതിയിൽ റെസ്പെക്റ്റോടെ, അതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത്, നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത്, ബാക്കിയുള്ളവരുടെ ഐഡിയാസ് ഒക്കെ ഒബേ ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കൺസിഡറേഷൻ കൊടുത്തു വേണം നമ്മളൊരു ടീമിൽ പ്രവർത്തിക്കാനായിട്ട്. അടുത്തത് പ്രൊഫിഷ്യൻസി വിർച്യൂസ് means the mastery of technical skill which include competence, diligence, creativity, excellence and self renewal. അതായത് നമുക്ക് ടെക്നിക്കൽ സ്കിൽസ് അറിയണം. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പം ആ ഓർഗനൈസേഷൻ എന്തൊക്കെ സ്കിൽസ് ആണോ ആവശ്യം അതറിയണം, അല്ലെ? പിന്നെ അതൊക്കെയാണ് ഒരു സെൽഫ് റിന്യൂവൽ നടത്തണം. അതായത് നമ്മൾ ആ ഒരു എന്താണോ നമ്മൾ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ എന്താണോ ഫസ്റ്റ് പഠിച്ചത് അത് മാത്രമല്ല, പുതിയ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല രീതിയിലേക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് എന്താണ്? കാർഡിനൽ വിർച്യൂസ് വിസ്ഡം, കറേജ്, ടെമ്പറേച്ചർ ആൻഡ് ജസ്റ്റിസ്. അതായത് നമുക്ക് വിസ്ഡം, കറേജ്, നമുക്ക് വേണ്ട ആത്മവിശ്വാസം വേണം, ജസ്റ്റിസ് വേണം, നീതി ഉറപ്പാക്കണം. ഇതെല്ലാ കാര്യങ്ങളും ഉറപ്പാക്കുകയും വേണം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയുടെ വിർച്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? സെൽഫ്, പബ്ലിക്, ടീം, പ്രൊഫിഷ്യൻസി വിർച്യൂസ്, കാർഡിനൽ വിർച്യൂസ്. അടുത്ത് നോക്കിക്കേ, മോറൽ റെസ്പോൺസിബിലിറ്റി എന്താന്ന് നോക്കാം. Moral responsibility is about adhering to a sense of right and wrong, often based on duty or virtue. In Greek philosophy, this could mean aligning action with a well-developed character, as argued by Aristotle in his Nicomachean Ethics. അപ്പൊ എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. അതായത് മോറൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഒരു ടീം വർക്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടീമിൽ എന്തൊക്കെ ചെയ്യാം, നമുക്ക് ആ ടീമിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ മോറൽ റെസ്പോൺസിബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Actions are considered morally responsible if they align with a virtuous person behavior or if uphold duties and obligations. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഓരോ പേഴ്സന്റെ ബിഹേവിയറും ഇത് അഫക്ട് ചെയ്യും. ഇപ്പൊ ഒരു ടീം വർക്കിൽ ഒരാൾ മാത്രം മിസ്ബിഹേവിയർ ചെയ്യുമ്പോൾ അത് ആ എൻറ്റയർ ടീമിനെ അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്തൊക്കെ മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ എത്തിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അടുത്തത് ലീഗൽ റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് വൺ എന്താണ്? ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് വൺ മോറൽ റെസ്പോൺസിബിലിറ്റി, സെക്കൻഡ് വൺ ലീഗൽ റെസ്പോൺസിബിലിറ്റി. Legal responsibility refers to the obligation and liabilities. കണ്ടോ? refers to the obligation and liability individual have under a legal system, including consequence for violating laws. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു നിയമമുണ്ട്, ഒരു എത്തിക്കൽ വാല്യൂ അല്ലെങ്കിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എത്തിക്കൽ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണ് അവിടെ വരാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഏതൊക്കെ രീതിയിൽ ആ കോൺസിക്വൻസ് നമ്മളെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. ഇനി ഫോളോയിങ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, പേയിങ് ടാക്സ്, എൻഷുറിംഗ് കോൺട്രാക്ട് ആർ ഹോണേഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫുൾഫില്ലിംഗ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ എന്താണ്? നമുക്ക് ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്യുക, ഇതൊക്കെ എല്ലാം നമ്മളുടെ ഈ എത്തിക്കൽ അല്ലെങ്കിൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ലീഗലായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കണം. അടുത്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Corporate organizations have social responsibility to all of their stakeholders, which include well-being of the employees and their union, socially responsible investors, customers, dealers, suppliers, and local community governments, non-governmental organizations, and business owners and managers. ഇപ്പൊ നമ്മളുടെ എന്തൊരു സ്ഥാപനം എടുത്താലും, ഒരു ഓർഗനൈസേഷൻ എടുത്താലും അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ്. ഗവൺമെന്റ് സെക്ടറിലുള്ള ആൾക്കാര്, നോൺ ഗവൺമെന്റ് സെക്ടറിലുള്ള ആൾക്കാര്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പിന്നെ അതിനകത്ത് ഓരോ ഇപ്പൊ സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോക്കൽ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാര്, ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഡീലേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെല്ലാവരുമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാവരുമായിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആണ്, അല്ലെ? ഇപ്പൊ ഒരു സപ്ലയേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെ?
അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സാധനം പ്രൊവൈഡ് ചെയ്യുക അല്ലെ കസ്റ്റമേഴ്സിന്. അത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ഇതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഈ കമ്പൈൻഡ് ആയിട്ടുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്ത് വരുന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഡീലേഴ്സ്, സപ്ലയേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവർ തമ്മിലുള്ള എല്ലാ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയും എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏതിനകത്ത് വരുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഏതൊക്കെയാണ്? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം അത് എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ ലെവൽസിലും അഫക്ട് ചെയ്യുന്നതാണ് എന്ത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസും പിന്നെ ഇതിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. A factory not disposing of its chemical and waste in the water body, improving working hours and conditions of the employees, donating part of the firm profit to educational service for poor children, etc. അപ്പൊ എന്താണ്? നമ്മളുടെ കറക്റ്റ് ആയിട്ട് ഒരു ഫാക്ടറി അവരുടെ വേസ്റ്റും കെമിക്കൽസ് ഒന്നും ഡിസ്പോസ് ചെയ്യുന്നില്ല, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണോ? അല്ല, അതൊരു കറക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇംപ്രൂവിംഗ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ വർക്കിംഗ് അവേഴ്സ് അവരുടെ ഒരു പെർമിഷൻ ഇല്ലാതെ കൂട്ടുക, അതും അല്ല. പിന്നെ ഡൊണേറ്റിംഗ് പാർട്ട് ഓഫ് ഫേംസ് പ്രോഫിറ്റ് ടു എഡ്യൂക്കേഷണൽ സർവീസ് ഫോർ പുവർ ചിൽഡ്രൻ, അത് നല്ലൊരു കാര്യമല്ല, അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മുടെ ഡൊണേറ്റ് ചെയ്യുക, നമ്മുടെ ഫേമിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ കിട്ടുമ്പോൾ അത് പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുക, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. So, social responsibility performed by the companies not only help society but also help the business gain a positive image and build its brand in the market. അപ്പം നമ്മുടെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഇപ്പം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഫെയിമും കൂടെയാണ് ഇൻക്രീസ് ആയി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മാർക്കറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. It motivates the employees of the firm to work hard as they feel good to be a part of organization that work well for society and respects values. ഇങ്ങനെ നല്ലൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിനും അതൊരു എൻകറേജ്മെന്റ് ആവും, നല്ലോണം വർക്ക് ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എൻകറേജ്നെസ് ആർക്കും കിട്ടും? അവിടുത്തെ എംപ്ലോയീസിനും കിട്ടും. അത് നല്ല രീതിയിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യും, നല്ല രീതിയിൽ അതിന് ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കും. ഇനി ടൈപ്സ് നോക്കിക്കേ. ടൈപ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Types of social responsibility. First one, economic responsibility. A business organization is an economic entity. Before economic responsibility is its primary social responsibility. അപ്പം എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. എങ്ങനെയാണ്? ഒരു പ്രൈമറി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. In simple terms, economic responsibility means producing goods and service according to the needs and wants of the customers and selling them at the same profit. അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒരു വലിയ പ്രോഫിറ്റ് ഇല്ലാതെ അത് സെയിൽ ചെയ്യുകയും ചെയ്യാം. അതായത് ഇങ്ങനെ ഭയങ്കര ലാഭം ഈടാക്കുമ്പോൾ അത് കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം വലിയ ലാഭം ഈടാക്കാതെ അത് സെയിൽ ചെയ്യുകയും ചെയ്യാം. ഇറ്റ് മീൻസ് ദ ഓർഗനൈസേഷൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വെദർ ദ കസ്റ്റമേഴ്സ് ആർ ഡിമാൻഡിങ് ക്വാളിറ്റി ഓർ പ്രൈസ് ആൻഡ് ദെൻ പ്രൊവൈഡ് ദം വിത്ത് ദ സെയിം. അപ്പം ആ ഓർഗനൈസേഷൻ അവർക്ക് കറക്റ്റ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ അവർ എന്താണ് കസ്റ്റമേഴ്സ് അവരുടെ ക്വാളിറ്റിയിലാണോ അല്ലെങ്കിൽ പ്രൈസ് ആണോ നോക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് സെയിൽ ചെയ്യുക. അതിനെയാണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ലീഗൽ റെസ്പോൺസിബിലിറ്റി.
It is the duty and responsibility of an organization to legally abide by the rules, laws, and regulations while performing business activities. As the authorities enact these laws for the goods of society, an organization following these rules is socially responsible firm. നമുക്ക് എല്ലാത്തിലും ഒരു എത്തിക്കൽ കോഡ് ആൻഡ് കണ്ടക്ട് ഉണ്ട്. അപ്പൊ ആ എത്തിക്കൽ കോഡ് ആൻഡ് കണ്ടക്റ്റില് നമ്മൾ ലീഗലി ആണോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ വി അനലൈസ്. നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം ഈ അനലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ ബിസിനസ് ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യുമ്പം അത് എങ്ങനെ നമ്മുടെ സൊസൈറ്റിയും ഓർഗനൈസേഷനും ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യും? നല്ല ഒരു ബെനിഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. So, beside an organization performing activity as per laws get no interference from the government. Legal responsibilities include paying tax. നമ്മൾ എന്ത് ചെയ്യുക? ലീഗൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ് നമ്മൾ ടാക്സ് കറക്റ്റ് സമയത്ത് അടയ്ക്കുക. അതുപോലെ തന്നെ കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്ലീൻ ആൻഡ് അക്യുറേറ്റ്. ഓരോ ഓർഗനൈസേഷന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് മാറ്റുക. ഓരോ തവണയും ടാക്സ് അടയ്ക്കുക. എന്തെങ്കിലും പെനാൽറ്റി ഒക്കെ വരുമ്പം അതിങ്ങനെ കൂട്ടിയിടാതെ കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് അടയ്ക്കുക. ഇതൊക്കെ നമ്മുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. കാരണം നമ്മുടെ ടാക്സ് കൊണ്ടാണ് അത് ബാക്കിയുള്ളവർക്ക് ഒരുപാട് നമ്മുടെ ഗവൺമെന്റിന് ഒരു ഇൻകം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ടാക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. It is a behavior expected from the business organization by society. However, it is codified in the law. Therefore, there is no legal obligation on companies to perform ethically responsible activities. Ethical responsibility is beyond the law and include fair trade practices, respecting the religious sentiments of people, മെയിൻറ്റെയിനിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ്. നമ്മൾക്ക് ആ റിലീജിയസ് സെന്റിമെന്റ്സ് കാണിക്കുക. അതുപോലെ തന്നെ ലോയെ, അതായത് ലോയ്ക്ക് അപ്പുറം ബിയോണ്ട് ദ ലോ നമ്മൾ ആ ഒരു എന്താണ്, ഇപ്പൊ ലോയിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ചെയ്തു കൊടുക്കാം, കുറച്ചുകൂടെ ഫേവർ ചെയ്ത് ചെയ്യാമെങ്കിൽ നമ്മൾ ആ ഒരു എത്തിക്സ് രീതിയിലേക്ക് നോക്കുമ്പോൾ നമുക്കത് ചെയ്യാമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഒരു റിലീജിയസ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു സാധാ സെന്റിമെന്റ്സ് കാണിക്കുക, എൻവയോൺമെന്റിനോട് ഒരു സെന്റിമെന്റ്സ് കാണിക്കുക. ഇതൊക്കെയാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. It also means that business should not get involved in the black marketing, adulteration, fraud. എന്ന് വെച്ച് ഇത് നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിങ്ങോ ബ്ലാക്ക് മണിയോ അതൊന്നും ഫേവർ ചെയ്യുന്നതല്ല, ഫ്രോഡ് ബിസിനസ് ഒന്നും കാണിക്കുന്നതല്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? റെസ്പോൺസിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ഏതിനകത്ത് വരുന്നത്? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അടുത്തതാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് എ ഫിലാൻത്രോഫിക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വോളണ്ടറി. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് വോളണ്ടറി ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന. It includes charitable services providing education facilities to poor people. കണ്ടോ, ചാരിറ്റി പ്രോസസ്സ്. നമ്മൾ എന്തെങ്കിലും ചാരിറ്റി, നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ തന്നു, നമുക്ക് അതിന് പ്രോഫിറ്റ് കിട്ടി, അപ്പൊ അതിൽ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുക. പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ടു പുവർ പീപ്പിൾ, പാവപ്പെട്ടവർക്ക് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുക. ഹെൽപ്പിംഗ് പീപ്പിൾ അഫക്റ്റഡ് ബൈ ഫ്ലഡ് ഓർ അതർ നാച്ചുറൽ കലാമിറ്റി. നമ്മൾ ഫ്ലഡ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അഫക്റ്റഡ് ബൈ ഫ്ലഡ് ഓർ നാച്ചുറൽ കലാമിറ്റി. ഡൊണേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഫോർ ദോസ് ഹു കനോട്ട് അഫോർഡ് ദം. ഇപ്പൊ എന്തെങ്കിലും ക്യാൻസർ വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വലിയ അസുഖങ്ങൾ വരുന്നവരെ സഹായിക്കുക. The management of an organization is responsible for avoiding speculative activities and safeguarding its capital investment by undertaking healthy business ventures. Only they can provide them with good ROI, returns on investment. അതായത് ഈ മാനേജ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റെസ്പോൺസിബിൾ ആവുകയാണെങ്കിൽ അവർക്ക് അത് നല്ലൊരു ഫെയിമിലേക്ക് എത്തിക്കാൻ സാധിക്കും, കുറച്ചും കൂടെ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവിടെയുള്ള എംപ്ലോയീസിന് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടും. കാരണം ഇതിന്റെ പ്രോഫിറ്റ് കൊണ്ട് കുറച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാത്തിലും ആ ഒരു ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്ത്? ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? റെസ്പോൺസിബിലിറ്റി എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണ്, പിന്നെ മെയിൻ ആയിട്ട് പഠിച്ചത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. എങ്ങനെയാണ് സോഷ്യലി നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദിസ് സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.